എൻ്റെ പേര് റിനു. ഞങ്ങൾ പുനലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ മംഗലാപുരത്താണ് വർക്ക് ചെയ്യുന്നത്. അവിടെ വെച്ച് എനിക്കൊരു പനി പിടിപെട്ടു. അത് 5 ദിവസം കഴിഞ്ഞിട്ടും കുറയാഞ്ഞിട്ട് ഡോക്ടർ ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ റിയാക്ഷനായി അത് ചുണ്ട് മുതൽ അകത്തോട്ട് സ്റ്റൊമക്ക് വരെ ആണെങ്കിൽ എനിക്ക് പൊള്ളൽ പോലെ വന്നു. അന്നേരമാണ് മമ്മി മംഗലാപുരത്ത് വന്ന് തിരുമേനിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ തിരുമേനിയെ കൊണ്ട് എന്നെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. 2 പ്രാവശ്യം തിരുമേനി വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ലായിരുന്നു. 2-3 ദിവസം എന്നെ ഒന്നും കഴിക്കാതെയാണ് കിടത്തിയിരുന്നത്. പിന്നെ തിരുമേനി വിളിച്ച ശേഷം ഞാൻ വെള്ളം കുടിച്ചു തുടങ്ങി, ജ്യൂസ് അങ്ങനെയൊക്കെയുള്ള ചെറുതായിട്ട് കുടിച്ചു തുടങ്ങി. രണ്ടാമതും തിരുമേനി വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ പ്രാർത്ഥനയിൽ ഞാൻ ആക്ച്വലി എന്തിനാണ് എനിക്കിങ്ങനെ ഒരു രോഗം വന്നത് എന്ന് ഞാൻ ദൈവത്തിനോട് പലപ്പോഴും ചോദിച്ചിരുന്നു. എനിക്കറിയില്ലായിരുന്നു എനിക്ക് മാത്രമായിട്ട് ഇങ്ങനെ വന്നല്ലോ, ഞാൻ എന്താണ് ഇത്രയും വേദന സഹിക്കുന്നത് എന്നൊക്കെ ഒരു വിചാരം എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ മരിക്കുന്നതിനായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ തിരുമേനി വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വളരെ ധൈര്യം തന്നു തിരുമേനിയുടെ പ്രാർത്ഥന. തിരുമേനി പ്രാർത്ഥിച്ച പിറ്റേ ദിവസം തന്നെ ഞാൻ കഴിക്കാനും തുടങ്ങി ചെറുതായിട്ട്. അങ്ങനെ എൻ്റെ രോഗം വളരെ വേഗം സുഖപ്പെട്ടു. ഡോക്ടേഴ്സിനെല്ലാം അത്ഭുതമായിരുന്നു ഇത്രയും വേഗം സുഖപ്പെട്ടല്ലോ എന്ന്. അതുമല്ല, ഈ രോഗമാണെങ്കിൽ റിയാക്ഷൻ ആകുമ്പം വെളിയിലോട്ടും വരും. ഇത് സ്കിന്നൊക്കെ ബേൺസ് പോലെ ആയി. എനിക്ക് അങ്ങനെ ഒന്നും വന്നില്ല, അകത്തോട്ട് മാത്രമേ ഉള്ളായിരുന്നു. തിരുമേനിയോട് ഞാൻ നന്ദി പറയുന്നു. ഈ മകളുടെ പപ്പ ഖത്തറിൽ നിന്ന് എന്നെ വിളിച്ച്, നിങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നതിന് മുമ്പ് വന്നതിന് ഫലമായി ഇങ്ങനൊരു പ്രാർത്ഥനയെക്കുറിച്ച് അറിയാനിടയായി. അങ്ങനെ അദ്ദേഹം എന്നെ ഖത്തറിൽ നിന്ന് വിളിച്ച്, മോള് മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിലാണ്, തിരുമേനി ഫോണിൽ കൂടെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് വളരെ സീരിയസ് ആയൊരു കണ്ടീഷനിലായിരുന്നു അല്ലേ? മരിക്കുന്ന അവസ്ഥയിൽ, മരണാവസ്ഥയിൽ, കണ്ണു തുറക്കത്തില്ല, സംസാരിക്കത്തില്ല, കടപ്പായിരുന്നു. കണ്ണു തുറക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ പറ്റാത്ത ഒരു അബോധാവസ്ഥയിൽ പോലെയായിരുന്നു. മോള് BSc നഴ്സിംഗ് കഴിഞ്ഞല്ലേ? BSc നഴ്സിംഗ് കഴിഞ്ഞാണ്. അപ്പോൾ മെഡിക്കലിൽ എന്താണ് സംഭവിക്കുന്നത് ഏറെക്കുറെ അറിയാം. മോൾക്ക് എന്തായിരുന്നു ആ സമയത്തെ ചിന്ത? ഞാൻ മരിച്ചു പോകുമെന്ന് തന്നെയായിരുന്നു എനിക്ക്. കാരണം എനിക്ക് ഒന്നും പറ്റില്ല, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പറ്റുന്നില്ല, പിന്നെ ചോരയാണ് ഛർദ്ദിക്കുന്നത്, തുപ്പുന്നത് ഫുള്ള് ചോരയായിരുന്നു. അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു. പ്രാർത്ഥനയിലൂടെ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ എന്തെങ്കിലും അനുഭവപ്പെട്ടോ? എനിക്ക് ഉള്ളിലോട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് തോന്നി. എനിക്ക് വളരെ ധൈര്യം കിട്ടുന്ന പോലെ എനിക്ക് തോന്നി ആ പ്രാർത്ഥനയിലൂടെ. ഞാൻ ശരിക്കും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ പ്രാർത്ഥനയിലൂടെ എനിക്ക് ശരിക്കും ഒരു ധൈര്യം കിട്ടി. അങ്ങനെ 2 ദിവസം എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ആദ്യം കുറച്ച് കണ്ടീഷൻ വ്യത്യാസമായപ്പോഴാണ് വീണ്ടും വിളിച്ചത്. രണ്ടാമത്തെ പ്രാവശ്യം. എന്തായാലും സ്വബോധത്തോടെ അല്ല ഈ പ്രാർത്ഥന കേട്ടത്, അതോ ആദ്യത്തെ പ്രാർത്ഥന സ്വബോധത്തോടെ അല്ല കേട്ടത്? രണ്ടാമതെന്തായാലും സ്വബോധത്തോടെ പ്രാർത്ഥിക്കാനിടയാക്കി. മോനെന്തേ? എനിക്ക് അവന് ശ്വാസമുട്ടലിൻ്റെ അസുഖമുണ്ടായിരുന്നു. ഒത്തിരി വ്യത്യാസമുണ്ട്. ശ്വാസമുട്ടലിൻ്റെ നിങ്ങൾ കുടുംബമായിട്ട് ശ്വാസമുട്ടലുകാരായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ വ്യത്യാസമുണ്ട് അല്ലേ? വ്യത്യാസമുണ്ട്. മോനിക്ക് വന്നേ, എന്ത് ചെയ്യാം ഇപ്പം? എഞ്ചിനീയറിംഗ്. അന്ന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താ അനുഭവപ്പെട്ടെ? അന്ന് ഞാൻ കൈവച്ച് അവിടെ തളർന്നു വീണു. പിന്നെ എനിക്ക് പെട്ടെന്ന് തിരുമേനി കൈവച്ചപ്പോൾ തന്നെ ചുമച്ച് ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. അന്നേരം തന്നെ ദേഹത്തു നിന്ന് എന്തോ ഇറങ്ങി പോകുന്ന പോലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിന് ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദിവസം 20 പ്രാവശ്യം വരെ ഇൻഹേലർ യൂസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഒരു പ്രാവശ്യം പോലും എടുക്കേണ്ട അവസ്ഥ ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ കുറഞ്ഞിട്ടുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തെ, എൻ്റെ ശത്രു നമ്മളെ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകളെ, ഇന്ന് വചനം പറഞ്ഞത് അത് തന്നെ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് കർത്താവ് വന്നത്. അതുകൊണ്ട് ഓരോ ശുശ്രൂഷയിലൂടെയും ഓരോ വ്യക്തികളും വിശ്വാസത്തോടെ ഇതിനുള്ളിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും ആ പിശാചിൻ്റെ പ്രവൃത്തിയെ കർത്താവ് അഴിച്ചു മാത്രമേ വിടത്തുള്ളൂ. ഈ കുടുംബത്തിന് ഒന്നാകെ ലഭിച്ച ദൈവശക്തി, ഈ മകൾക്ക് മരണത്തിൽ നിന്ന് ലഭിച്ച വിടുതൽ, അതെല്ലാം കർത്താവ് നൽകിയതാണ്. കർത്താവിൻ്റെ നാമത്തെ കരങ്ങളടിച്ച് നമുക്ക് സ്തുതിക്കാം.